യേശു പറഞ്ഞു കനാന്യ സ്ത്രീയോട്, അവളുടെ മകൾക്ക് ഭൂതോപദ്രവം സൗഖ്യമാക്കണമെന്ന് പുറകെ വിളിച്ചു കിടന്നപ്പോൾ പറഞ്ഞു, മക്കൾക്കുള്ള അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന വിഹിതമല്ല. സ്തോത്രം. കർത്താവ് തൻ്റെ മക്കൾക്ക് അപ്പം കൊടുക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞൊരു വാക്ക്, നായ്ക്കുട്ടികളും മക്കൾ മേശമേൽ വച്ചപ്പം കഴിക്കുമ്പോൾ എച്ചിൽ താഴെ വീഴുമല്ലോ അപ്പം നുറുക്കുകൾ, അത് തിന്നാൻ നായ്ക്കുട്ടികൾ ജീവിക്കുന്നല്ലോ. ഓ, അതിൻ്റെ അർത്ഥം എന്താണ്? തൻ്റെ മക്കൾക്ക് മേശമേൽ വച്ച് നല്ല അപ്പം കൊടുക്കും. അപ്പം ദൈവം നിനക്ക് ഏറ്റവും നല്ലത് തരാൻ തയ്യാറാകുമ്പോൾ നീ നിന്റെ സമയവും നിന്റെ ജീവിതവും എച്ചിലാണോ ദൈവത്തിന് കൊടുക്കുന്നത്? നീ എല്ലായിടത്തും തോറ്റ് തൊപ്പിയടിച്ച് ആമീൻ നശിച്ച് ഇല്ലാതായി സമാധാനം നഷ്ടപ്പെട്ട് ആമീൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ലെന്ന് പറയാൻ കാര്യം എന്താണ്? സമയം ഉണ്ടെങ്കിൽ ആരാധിക്കാൻ പോവാം, സമയം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പോവാം, സമയം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് പോവാം. സമയമില്ല, എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. ഓ, ഇങ്ങനെ ഒന്നും പോരാ. ദൈവം ആരെന്ന് നീ അറിയണം, ദൈവം എങ്ങനെയുള്ളവനെന്ന് അറിയണം, ദൈവം വലിയവനെന്ന് അറിയണം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട മാനം കൊടുക്കണം, ദൈവ വേലയ്ക്ക് കൊടുക്കേണ്ട മഹത്വവും മാനവും ആമേൻ അവസരവും കൊടുക്കണം. അതുകൊണ്ട് എപ്പോഴും ഈ ജീവിതത്തിൽ ഒരു ദിവസത്തിൻ്റെ പ്രധാനം ദൈവത്തിന്, ഒരാഴ്ചയുടെ പ്രധാന ഭാഗം ദൈവത്തിന്, ആമേൻ നമുക്ക് ലഭിക്കുന്നതിൻ്റെ പ്രധാന ഭാഗം ദൈവത്തിന്, ദൈവത്തിൻ്റെ വേലയ്ക്ക്, ഇങ്ങനെ ദൈവത്തിന് ഏറ്റവും സത്യ വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യത കൊടുത്തു നോക്കുക. അതാണ് മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതിയും. ആമേൻ. അങ്ങനെ ചെയ്യുന്ന ഒരു കുടുംബമോ ഒരു വ്യക്തിയോ ഒരിക്കലും കുറഞ്ഞു പോകില്ല, ഒരിക്കലും തകർന്നു പോകില്ല.